ഒരു ഗോപി പറഞ്ഞു അത്രേ, വ്യചക്ഷതവനോദ്ദേശേ പദാനി പരമാത്മന പദാനി വ്യക്തമേതാനി. ദാ ഓടി വരൂ, ഓടി വരൂ, ഇവിടെ ശ്രീകൃഷ്ണന്റെ കാലടികൾ കാണാനുണ്ട്, പാദങ്ങൾ കാണാനുണ്ട്. എന്താ കൃഷ്ണന്റെ ആന്നുള്ളതിന് തെളിവ് ഓടി വന്നവരോട് പറയുക. അതോ ധ്വജ അംഭോജ വജ്രാങ്കുശയവാദിഭി, ദാ എല്ലാ ചിഹ്നങ്ങളും കാണുന്നുണ്ട്. ആ പാദം ഭൂമിയിലങ്ങനെ പതിഞ്ഞത്. ചിലർ വീണ് നമസ്കരിക്കുന്നുണ്ട്, ചിലരത് കണ്ടിങ്ങനെ കണ്ണീരൊഴുക്കുന്നുണ്ട്, ചിലർ ദൂരെ മാറിങ്ങനെ കിടന്ന് കൈ നീട്ടിയിട്ട് ആ പാദത്തിലങ്ങനെ സ്പർശിക്കാൻ മോഹിക്കുന്നുണ്ട്, ചിലർ ആ പാദത്തിലേക്ക് മുഖം താഴ്ത്തി ചുംബിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോരുത്തരും ഭഗവാന്റെ പാദങ്ങൾ ഒന്നല്ല പതിഞ്ഞ് 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 കാണുന്നിടത്തൊക്കെ വീണങ്ങനെ നമസ്കരിച്ചിരിക്കുന്നു. മറ്റൊരു ഗോപി മാത്രം ഇല്ല, ഞാൻ ഈ പാദത്തെ നമസ്കരിക്കില്ല. കാരണം നമ്മളിൽ നിന്ന് ഏതോ ഒരു ഗോപി ആ പാദത്തിനൊപ്പം നടന്നതായിട്ട് കാണാനുണ്ട്, ദാ നോക്കൂ എന്നാണ്. അപ്പോ ആ ഗോപിയുടെ പാദം ഭഗവാന്റെ ചുമല് പിടിച്ച് നടക്കുന്നത് പോലെ ആ അടുത്തടുത്തടുത്ത് ഇങ്ങനെ കാണുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ശുണ്ഠി എടുത്ത് നിൽക്കുന്ന ഗോപിയോട് മറ്റു ഗോപികൾ പറഞ്ഞു, പേടിക്കണ്ട, നിനക്ക് ഏതോ ഒരു ഗോപിയുടെ കാല് കണ്ടു എന്ന് വിചാരിച്ചിട്ടാണ് കൃഷ്ണന്റെ പാദം തൊട്ട് തലയിൽ വെക്കാഞ്ഞത് എങ്കിൽ ഇനി അത് ആവശ്യമില്ല. ദാ ഇവിടെ ഇപ്പൊ കൃഷ്ണന്റെ പാദം മാത്രമേ കാണാനുള്ളൂ. ആ ഗോപി വന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു അത്രേ, ഇതെനിക്ക് അധികം വേദന ഉണ്ടാക്കുകയാണ്. അതെന്താ? അത് മറ്റൊന്നുമല്ല, ഇപ്പോ തീർച്ചയായിട്ടും ആ ഗോപിയെ കൃഷ്ണൻ എടുത്തുകൊണ്ട് നടന്നിരിക്കുകയാണ്. ഇമാന്യധികമഗ്നാനി പദാനി വഹതോവധും. ശ്രീകൃഷ്ണൻ ഗോപിയെ എടുത്തുകൊണ്ട് നടന്നതിന്റെ ഫലമായിട്ട് കൃഷ്ണന്റെ പാദം പണ്ട് ഇതിനു മുൻപ് കണ്ടതിനേക്കാൾ അധികം മണലിലേക്ക് ആണ്ട് പോയിട്ടില്ലേ? നോക്കൂവിടെ, ഭാരാക്രാന്തസ്യ കാമിനഹ, ഭാരം എടുത്ത് ചുമന്നിങ്ങനെ നടക്കണു രാത്രി ഒരാവശ്യമില്ലാണ്ട്. പരിഭവം പറയുക ഗോപികള്, കണ്ണുന്നങ്ങനെ കണ്ണീരൊഴുകുന്നുണ്ട്. അപ്പൊ തന്നെ മറ്റു ചിലര് പറയണു, ധന്യാ അഹോ അമീ ആള്യ ഗോവിന്ദാംഘ്ര്യപ്യനേണവ. നമ്മളെന്തിനാ അതിൽ പരിഭവിക്കണത്? ഇതിലൊക്കെ ആ നമ്മളെ വിട്ടും വേറെ ഏതോ ഒരു ഗോപിയെ കൃഷ്ണന് കൂടെ കൊണ്ടുപോകണമെന്ന് തോന്നിയെങ്കിൽ അവള് കൂടുതൽ ഭാഗ്യവതിയാണെന്ന് കരുതിയാൽ പോരെ. അവസാനം ആ നിലയിലാണ് അവരെത്തിച്ചേർന്നത്. നമ്മളെക്കാൾ അധികം ഭാഗ്യമുള്ള ഏതോ ഒരു ഗോപി, ഒരു കൂട്ടുകാരി കൃഷ്ണന്റെ ഒപ്പം പോയിട്ടുണ്ട്. അത് അന്വേഷിച്ച് നടന്നപ്പോ ഇതാ ഇവിടെ കൃഷ്ണൻ ആ ഗോപിക്ക് വേണ്ടി മുല്ലപ്പൂക്കള് അറുത്തിട്ടുണ്ട്. എത്തി നിന്ന് മുല്ലപ്പൂക്കൾ അറുത്ത പാട് കാണാനുണ്ട്. ഇവിടെ ആ പഴയ മുല്ലമാല കിടക്കുന്നു. ഇവിടെ ഇരുന്ന് ആ ഗോപിയെ മടിയിലെത്തി കൃഷ്ണൻ മുല്ലമാല ചൂടിച്ചിട്ടുണ്ട്. കഴിഞ്ഞുപോയ ഓരോ കാര്യങ്ങളും ഇത്ര മനോഹരമായിട്ട് ഭാവന ചെയ്യാൻ ആ ഗോപികളെ പോലെ ആർക്കാ സാധിക്കുക? എന്തിനാ ഇതൊക്കെ ഇങ്ങനെ തന്നെ ശ്രീശുഖ ബ്രഹ്മർഷി വർണ്ണിക്കുന്നത്? അതോ ശ്രീകൃഷ്ണാന്വേഷണത്തിൽ ഏർപ്പെട്ടവരാണ് നമ്മൾ എന്ന് അഭിമാനിക്കാൻ വശം ഉണ്ട് എങ്കിൽ ഇനി ബാക്കിയുള്ളതും നമുക്ക് ഭാവന ചെയ്യാം. എന്താ അത്? എത്രയോ സജ്ജനങ്ങള്, തുല്യമംഗലം ഭട്ടതിരിപ്പാട്, ശങ്കരാചാര്യര്, എഴുത്തച്ഛൻ, കുറൂരമ്മ തുടങ്ങിയ ഭക്തന്മാര് ഭഗവാനെ സേവിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ അനുഭൂതികള് നമുക്ക് ചരിത്രപരമായിട്ട് കേട്ട് അറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം, അനയാ ആരാധിതോ നൂനം. അവരൊക്കെ ധന്യാ, എത്ര ധന്യന്മാരാണ്, ധന്യകളാണ്. എന്താ അത്? സാക്ഷാത് ജഗതീശ്വരൻ അവർക്കൊക്കെ വില്യമംഗലത്തിന് ഉണ്ണിയായിട്ട് നിന്നൂത്രേ. കുറൂരമ്മയുടെ മുമ്പിൽ ഉണ്ണിയായിട്ട് കളിച്ചിരുന്നൂത്രേ. പൂന്താനം വിളിച്ചപ്പോ ഓടി വരാറുണ്ടത്രേ. ഇങ്ങനെ ഓരോരോ ഭക്തന്മാര് ഭഗവാനെ എത്രമാത്രം സ്വാധീനിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കഥകളിൽ കൂടെ നമുക്ക് കേൾക്കാൻ സാധിക്കുമ്പോഴെങ്കിലും നമ്മുടെ ഹൃദയം അതിനുവേണ്ടി കൊതിക്കണം. അതാണ് പൂന്താനം പറയണത്, കൊതിച്ചിടുന്ന കൃഷ്ണനെ കണ്ടിട്ട്. ശ്രീകൃഷ്ണനെ കൊതിച്ച് ശീലിക്കുക. അത് ശ്രീകൃഷ്ണ അനുഭൂതി കൂടുതലായിട്ട് ചില സജ്ജനങ്ങൾക്ക് ഉണ്ടായത് കേട്ടിട്ട് അതുണ്ടാവാൻ കൊതിക്കുക പ്രത്യേകിച്ചും വേണം. ഇതാ ഗോപികള് കുറേം കൂടി നടന്നപ്പോഴേക്കും വിഹായാന്യാസ്ത്രിയോവനേ, ഏതൊരു ഗോപിയാണോ ഭഗവാന്റെ ഒപ്പം പോയിരുന്നത് ആ ഗോപി വഴിയിൽ കിടക്കുന്നതായിട്ട് അങ്ങനെ കണ്ടു. അത് കണ്ടതോടെ ഗോപികൾക്ക് ഒന്നും കൂടി അയ്യോ വെക്കണ്ട, വേഗം ആ ദേവിയെ എടുത്ത് മടിയിൽ വെച്ച് ശുശ്രൂഷിച്ചു. വെള്ളമൊക്കെ
നെറ്റിയിൽ തളിച്ച് മുഖമൊക്കെ തൊട്ട് തലോടി വർത്തമാനങ്ങൾ ചോദിച്ചപ്പോൾ ആ ദേവി പറഞ്ഞു, നിങ്ങൾ ഭാവന ചെയ്തിട്ടുണ്ടാവാം, അതുപോലെ തന്നെ എന്നെ കൃഷ്ണൻ കൂടെ കൊണ്ടു നടന്നു. പക്ഷേ കുറെ അങ്ങനെ ചെന്നപ്പോൾ എനിക്ക് ലേശം ഒരഹങ്കാരം തോന്നി. വിഹായാന്യാ സ്ത്രീയോ വനെ സാധമേനെ തദാത്മാനം വരിഷ്ഠം സർവയോഷിത. ബാക്കിയുള്ള ഗോപികളെ ഒക്കെ വിട്ടിട്ടും കൃഷ്ണൻ എന്നെ കൂടെ കൊണ്ടുപോയില്ലേ എന്നൊരഭിമാനം എനിക്ക് വല്ലാതെ വന്നു. അപ്പൊ എന്തായി, ഞാൻ കൃഷ്ണന്റെ ചുമലിൽ കയറിയിരിക്കണം എന്ന് ആവശ്യപ്പെട്ടു. അതേവരെ എന്നെ എടുത്തും മുല്ലമാല ചൂടിച്ചും ലാളിച്ചും കൊണ്ടു നടന്നിരുന്ന കൃഷ്ണന്റെ കഴുത്തിൽ കയറിയിരിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടപ്പോഴേ ഒരു മടിയില്ലാതെ ദാ കയറിക്കോളൂ എന്നും പറഞ്ഞ് അങ്ങോട്ട് താണു. തോളൂ തപ്പി പിടിച്ചപ്പോൾ കണ്ടില്ല, അയ്യോ ഇതു ചെയ്യല്ലേ കണ്ണ. കണ്ണന്റെ ചുമലിൽ കയറാനായിട്ട് കാലുയർത്തിയതോടെ ഞാൻ അങ്ങനെ അങ്ങോട്ട് വീഴുകയുണ്ടായത്. കൃഷ്ണനെ കണ്ടില്ല. പക്ഷേ എനിക്ക് നിങ്ങളെപ്പോലെ കൃഷ്ണനെ തെരഞ്ഞു നടക്കാനായില്ല. ഞാൻ അവിടെ കിടന്നു വിളിച്ചു, ഹാ നാഥ രമണപ്രേഷ്ഠ ക്വാസി ക്വാസി മഹാഭുജ ദാസ്യാസ്തേ കൃപണായാമി സഖേ ദർശയസന്നിധിം. എൻ്റെ ചങ്ങാതിയായ കൃഷ്ണ, എവിടെയാ അവിടുന്ന് എന്നെ ഉപേക്ഷിച്ചു പോണത് എന്ന് ചോദിച്ചപ്പോഴേക്കും മോഹാലസ്യപ്പെട്ടു പോയി ഞാൻ. ഇതാ ഇപ്പൊ നിങ്ങൾ വന്നപ്പോഴാണ് മോഹാലസ്യത്തിൽ നിന്ന് ഉണർന്നത്. ഇനി ഒന്ന് പറയാം, ഇത്തരക്കാരെ തെരഞ്ഞു നടക്കേണ്ട കാര്യമില്ല. നമുക്ക് എവിടെങ്കിലും അല്ല, ആദ്യമായിട്ട് കൃഷ്ണനെ കണ്ട സ്ഥലത്ത് തന്നെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുക. ശ്രീശുഖം പറയണു, പരീക്ഷിത്തെ പിന്നീട് അവരതാ ചെയ്തത്. തന്മനസ്കാ തദാലാപാഹ തദ്വിചേഷ്ടാ തദാത്മികാഹ തൽഗുണാനേവ ഗായന്ത്യോ നാത്മാകാരാണി സസ്മരു. ശ്രീകൃഷ്ണന്റെ ഗുണഗണങ്ങളെ മാത്രം വിളിച്ചു കരയാനായിട്ട് അവരൊരു രംഗം തയ്യാറാക്കി. എല്ലാവരും കൂടി അങ്ങോട്ട് ഇരുന്ന് ഉറക്കെ വിളിച്ചു കരയുകയാണ്. അതിനിടയിൽ പരീക്ഷിത്തെ നാത്മാകാരാണി സസ്മരു. അതിനിടയിൽ പരീക്ഷിത്തെ നാത്മാകാരാണി സസ്മരു. അവരുടെ വീട്, കുടുംബം തുടങ്ങിയ ഒരു വസ്തുവിനെയും അവർ ഓർത്തിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ആ ഒരു ഭക്തിഭാവം. എന്താ അത്? അയ്യോ, കാട്ടിൽ ഒറ്റപ്പെട്ടുല്ലോ, വീട്ടിൽ നിന്നാണെങ്കിൽ പോരുകയും ചെയ്തു, അച്ഛനോ അമ്മയോ മക്കളോ തടഞ്ഞതാണ്, അവരൊക്കെ വിട്ടിട്ടാണ് പോന്നത്, ഇവിടെ വന്നപ്പോൾ കൃഷ്ണനെ ഉപേക്ഷിച്ചു. അങ്ങനെ താരതമ്യപ്പെടുത്തി വിചാരിക്കാം. ഇല്ല. പതിസുതാന്വയ ഭ്രാതൃബാന്ധവാനതിവിലംഘ്യ തെന്ദ്യച്യുതാഗതാഃ ഗതിവിദസ്തവോൽഗീതമോഹിതാക്കിതവ യോഷിതകസ്ത്യജിന്നിശി. അവർ ചോദിച്ചു, എല്ലാം വിട്ടെറിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ അവിടുത്തെ വേണുഗാനം കേട്ട് മോഹിച്ചു വന്നവരാണെന്ന് മനസ്സിലായില്ലേ കൃഷ്ണ? പിന്നെ എന്തിനാ ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കണത്? എന്തിനാ ഞങ്ങളെ ഈ കാട്ടിൽ വലിച്ചെറിഞ്ഞു പോണത്? ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരഹങ്കാരം ഉണ്ടായി എന്ന് തോന്നുകയാണെങ്കിൽ നിജജനസ്മയധ്വംസനസ്മിത, അവിടുന്ന് മുഖത്തു നോക്കി ഒന്ന് പുഞ്ചിരിച്ചാൽ പോരെ? എല്ലാ അഹങ്കാരവും അതോടെ പോവണതാണല്ലോ കൃഷ്ണ. എന്തിനാ ഞങ്ങളെ ഇങ്ങനെ വേദനിപ്പിക്കണത്? കൃഷ്ണൻ ഇനി ഞങ്ങളുടെ ശുശ്രൂഷകള് ഇഷ്ടപ്പെടാതെ കണ്ട് ഓടി നടക്കുകയാണെങ്കിൽ ഇല്ല, അവിടുത്തെ പിന്നാലെ വന്ന് ഞങ്ങൾ ബുദ്ധിമുട്ടിക്കണില്ല. എന്നാലും ഒരു പ്രാർത്ഥന ഞങ്ങൾക്കുണ്ട്. ഞങ്ങളിൽ നിന്ന് ദൂരെ ദൂരെ അകന്നു പോവാൻ വേണ്ടി ഓടി നടക്കുന്നതിനിടയിൽ ചരണപങ്കജം നാഥതേ പദം ശിലതൃണാങ്കുരൈസീദീതി നക്കലിലതാം മനക്കാന്ത ഗച്ഛതി. ഞങ്ങൾക്ക് കൃഷ്ണന്റെ പാദത്തില് കല്ലോ മുള്ളോ കൊണ്ടു എന്ന് കേൾക്കാനിട വരുത്തരുത്. അല്ലെങ്കിൽ തന്നെ കാട്ടിൽ ഓടി നടക്കുന്ന സമയത്ത് കൃഷ്ണന് യാതൊരു സൂക്ഷ്മവുമില്ല. കാല് കൊള്ളുവോ മുള്ളു കയറുവോ ഇതൊന്നും നോക്കാറില്ല. കാട്ടിലേക്ക് ബൈക്കുകളുടെ പിന്നാലെ അങ്ങോട്ട് ഓടുമ്പോൾ
ഇത്ര കാലം എന്നിട്ട് കൊണ്ടിട്ടില്ലല്ലോ കാലുമ കല്ലും മുള്ളുമൊന്നും എന്ന് കൃഷ്ണൻ പറയുകയാണെങ്കിൽ അതിന് കാരണം എന്താണെന്നറിയോ? കൃഷ്ണന്റെ കേമത്തൊന്നുമല്ല. കൃഷ്ണൻ ഒരു സൂക്ഷ്മമില്ല, ശ്രദ്ധിക്കലുമില്ല, മനസ്സിരുത്തലുമില്ല. പിന്നെ ഞങ്ങൾ മനസ്സിരുത്തുന്നുണ്ട്. കൃഷ്ണൻ കാട്ടിലേക്ക് അങ്ങോട്ട് പോയാൽ താമസമില്ല. ഞങ്ങളുടെ പൂജാമുറിയിൽ കയറി ഭദ്രദീപം കൊളത്തി വെച്ച് പ്രാർത്ഥിക്കാ പതിവ്. ചലസിയദ്രജാചാരയൻ പശൂൻ. എന്താ പ്രാർത്ഥന? നളിനസുന്ദരം നാഥതേ പദം. കൃഷ്ണന്റെ കാലുമ്മിലെ കല്ലും മുള്ളും കൊള്ളരുതേ, കൃഷ്ണന്റെ കാലുമ്മില് കല്ലും മുള്ളും കൊള്ളരുതേ എന്ന് ഞങ്ങൾ ഇത്ര കാലം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് കൃഷ്ണന്റെ കാലുമ്മില് ഒരു കല്ലോ മുള്ളോ കൊണ്ടിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഇനി ഞങ്ങൾ പിന്നാലെ വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഓടിയിട്ട് എപ്പോഴെങ്കിലും കാലത്ത് വേദനിച്ചു എന്ന് വന്നാൽ അതിന് ഞങ്ങൾ കാരണക്കാരായി എന്നുള്ള തോന്നലാവും. അത് ഞങ്ങൾക്ക് മാറാത്തൊരു വേദനയാവും. അതിനിടവരുത്തരുതേ. ഞങ്ങൾ കൃഷ്ണന്റെ പാദത്തിലെ പറ്റിപ്പിടിക്കുന്ന കരടുകളാവാൻ ഞങ്ങൾ മോഹിക്കുന്നില്ല കൃഷ്ണ. പക്ഷേ കൃഷ്ണന്റെ അനുഗ്രഹം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കുളിർമ ചൊരിഞ്ഞുകൊണ്ട് എന്നും ഉണ്ടാവാൻ മാത്രമേ മോഹമുള്ളൂ എന്ന് പറഞ്ഞ് കരയുന്ന ഗോപികളുടെ മുൻപിലേക്ക് ശ്രീശുഖൻ പറയണു, പരീക്ഷിത്തെ താസാമാവിരഭൂച്ചൗരി. പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് ഭഗവാൻ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടപ്പോ ആ മന്മഥനെ കണ്ട് അത്യാവേശത്തോടെ ഓരോരുത്തരും ചെന്ന് കെട്ടിപ്പിടിച്ചു. ചിലര് കാക്കൽ വീണ് നമസ്കരിച്ചു, ചിലര് അവിടുത്തെ ശിരസിൽ അങ്ങനെ ചുംബിച്ചു, ചിലര് അവിടുത്തെ തൃക്കൈയെടുത്ത് മടിയിൽ വെച്ചു. ഓരോരുത്തരും സ്വന്തമായിട്ട് ഓരോ കൃഷ്ണനെ കിട്ടിയ ആ ഒരു പരമാനന്ദം അതങ്ങനെ അനുഭവിച്ചു. കാത്തു വരണ്ടുണങ്ങി വിണ്ട ഭൂമിയിലേക്ക് മേഘമാലകൾ അങ്ങനെ നിറഞ്ഞ് ധാരാളമായിട്ടങ്ങനെ മഴ പെയ്താൽ ആ ഭൂമിക്കുണ്ടാവണില്ലേ ഒരു പുളകം. ഇതേപോലെയാണ് ശ്രീകൃഷ്ണൻ കാരുണ്യവർഷം തൂകിക്കൊണ്ട് അവിടെ ഇങ്ങനെ വന്നപ്പോൾ ഓരോ ഗോപികൾക്കും തോന്നിയത്. പിന്നീട് അവരുടെ മുൻപിൽ കിട്ടിയ കൃഷ്ണനെ കൈപിടിച്ച് നിർത്തിക്കൊണ്ട് ഓരോരുത്തരും ആ തൃക്കണ്ണിൽ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു, എന്തിനാ കൃഷ്ണ ഞങ്ങളെ ഉപേക്ഷിച്ചത്? അങ്ങോട്ട് സ്നേഹിച്ചാൽ ഇങ്ങോട്ട് സ്നേഹിക്കാത്ത ചില ആളുകളുണ്ട് ഈ ലോകത്ത് എന്നാണ് തോന്നണത്. അതിൽ ഏത് ഭാഗത്തിലാ കൃഷ്ണൻ പെടുക എന്നാണ് ഗോപികളുടെ ചോദ്യത്തിൻ്റെ സാരം. ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിച്ച അങ്ങോട്ട് സ്നേഹിച്ചാലും ഇങ്ങോട്ട് സ്നേഹിക്കാത്ത കൃതജ്ഞന്മാരുടെ വർഗത്തിൽ ഞാൻ പെടില്ല. 3-4 തരക്കാരാണ് ലോകത്ത് ആളുകൾ ഉള്ളത്. ഭജതോപി നവ ഈ കേജിൽ ഭജന്തി അഭജതക്കുത. അങ്ങോട്ട് സ്നേഹിച്ചാലും ഇങ്ങോട്ട് സ്നേഹിക്കാത്തവരെന്നെ ആത്മാരാമന്മാരും ആപ്തകാമന്മാരും അകൃതജ്ഞന്മാരും ഒക്കെ ആയിട്ടുണ്ട്. ഇതിലൊന്നും ഞാൻ പെടില്ല. ഞാൻ നിങ്ങളെ കൂടുതൽ സ്നേഹിച്ചത് കൊണ്ടാണ് തൽക്കാലം ഒന്ന് വിട്ടുനിന്നത്. എന്താ അത്? യഥാധനോ ലബ്ധധനേ വിനഷ്ടേ. തൽക്കാലം നിങ്ങളിൽ നിന്നൊന്ന് വിട്ടുനിന്നാൽ നിങ്ങളുടെ ആ ഹൃദയത്തിലെ എൻ്റെ അടുത്തേക്ക് എത്താനുള്ള പെടച്ചില് എനിക്ക് കാണാൻ സാധിക്കും. അത് ഞാൻ കണ്ടു. അതുകൊണ്ട് ഇനി ഒരിക്കലും ഗോപികളെ ഞാൻ ഈശ്വരനായിട്ട് നിന്നാലും നിങ്ങൾ എന്നോട് പ്രകടിപ്പിച്ച ഈ സ്നേഹത്തിന് പകരം ചെയ്യാൻ ആളല്ല എന്ന് മനസ്സിലാക്കിക്കോളൂ. ലോകത്തിൻ്റെ നാഥനായ സർവേശ്വരനായ ഞാൻ നിങ്ങളുടെ പ്രേമത്തിൻ്റെ മുൻപിൽ തോറ്റുപോയിരിക്കുന്നു എന്ന് ശ്രീകൃഷ്ണൻ അങ്ങനെ അരുളി ചെയ്യുമ്പോൾ ആ പ്രേമവർഷം കൊണ്ട് അവരിതാ ആകെ കുളിർത്തു കഴിഞ്ഞു. ആനന്ദം. കേശവാലോകപരമോത്സവ നിർവൃത ജഹുർവിരഹജം താപം. വിരഹാഗ്നി കെട്ടൂന്നല്ല, അവിടെ മുഴുവനും ഇപ്പോ കൃഷ്ണായ ഹസ്തതരളാചിത കോമളവാലുകം. കാളിന്തി നദി തൻ്റെ കൈകളാകുന്ന ഓളങ്ങളാകുന്ന കൈകളെ കൊണ്ട് രാസക്രീഡയ്ക്ക് തയ്യാറാക്കിയതുപോലെ, കരടുകളെല്ലാം പെറുക്കിക്കളഞ്ഞ് വൃത്തിയാക്കിയതുപോലെ, ആ കുളിർമയേറിയ ഒരു പ്രതലം അവിടെ തയ്യാറാക്കിയതുപോലെ ശ്രീകൃഷ്ണൻ ഗോപികളുടെ ഹൃദയത്തിലെ കരടുകളൊക്കെ പെറുക്കിക്കളഞ്ഞ് അവിടെയും രാസലീലയ്ക്ക് പറ്റിയ ഒന്നാന്തരം ഒരു കുളിർത്ത ആ പുളിനം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് പലതരത്തിലുള്ള നൃത്തങ്ങളുമായിട്ട് കേളിഭേദ പരിലോളിതാഭിരതിലാളിതാഭിരബലാളിഭി സ്വൈരമീശനനുസൂരജാപയസി ചാരുനാമ വിഹൃതി വ്യഥാ കാനനേപി ച വിസാരി ശീതള കിശോരമാരുത മനോഹരേ സൂനസൗരഭമയേ വിലേസിത വിലാസിനീശത വിമോഹനം. അതിമനോഹരമായ നൃത്തം
അങ്ങനെ തുടങ്ങി. ആദ്യം വളരെ പതിഞ്ഞ കാലത്തിൽ ഇടത്തോട്ടും വലത്തോട്ടും മുൻപാക്കവും പിൻപാക്കവും ചുവട് വെച്ചുകൊണ്ട് അങ്ങനെ തുടങ്ങി. പിന്നീട് ആ പതിഞ്ഞ കാലം അതങ്ങനെ ക്രമേണ ദ്രുതകാലത്തിലേക്ക് അങ്ങനെ മുറുകി 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 വന്നു. അങ്ങനെയുള്ള ആ മുറുക്കത്തിന്റെ മൂർധന്യത്തില് മൂർച്ഛനാവസ്ഥ എന്നൊക്കെ പറയും. ഗാനമീശവിരതം ക്രമേണ കില വാദ്യമേളനമുപാരതം. പാട്ട് നിലയ്ക്കും, വളകളുടെയും തളകളുടെയും കിലുക്കം നിലയ്ക്കും, കൊട്ടും എല്ലാം അവിടെ നിലച്ചിട്ട് കേവലം മൃദുരംഗനാ, ഏതോ ഒരു ദിവ്യമായ ആനന്ദാനുഭൂതിയുടെ ലയം പ്രാപിച്ച മുഹൂർത്തം അത് ഗോപികൾക്കൊക്കെ ഭഗവാൻ അങ്ങനെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വിലയം പ്രാപിച്ച മുഹൂർത്തത്തിൽ അവരെ ഭഗവാൻ തൊട്ട് തലോടുമ്പോൾ അവർ വീണ്ടും ആ ശ്രീകൃഷ്ണന്റെ കരസ്പരിശം കൊണ്ടുള്ള ആനന്ദാനുഭൂതികളിൽ അങ്ങനെ ഉയർന്നുയർന്നുയർന്ന് ഋഷഭസ്യ ജഗുകൃതാനി പുണ്യാനി തൽക്കരരുഹസ്പരിശ പ്രമോദാഹ, ഭഗവാന്റെ ഗീതങ്ങൾ മാത്രം പാടിക്കൊണ്ടങ്ങനെ നിൽക്കും. ഈ അനുഭൂതിയുടെ മൂർച്ഛനാവസ്ഥയാണ് ശ്രീശുകൻ രാസലീലയുടെ പരാകാഷ്ഠയായിട്ട് കാണിക്കുന്നത്. ജ്യോതിഷാമപി കദംബകം ദിവി വിളംബിതം എന്ന് പട്ടേരിപ്പാടും പറയുന്നു. ആകാശത്ത് ഭഗവാന്റെ നൃത്തത്തിനൊപ്പം ചുവട് വെച്ച് നൃത്തം ചെയ്യാൻ ശ്രമിച്ച കിന്നരന്മാരും ഗന്ധർവന്മാരും അപ്സര സ്ത്രീകളും ഒക്കെ എല്ലാം മറന്നു നിന്നുപോയി. കാലം പോലും സ്തംഭിച്ചു നിൽക്കുന്ന ഒരു നിമിഷം വേണമെങ്കിൽ ഈ പരമാനന്ദ നിർവൃതി കണ്ട് മനസ്സിലാക്കുന്ന വേണം. യോഗിമാർക്ക് നിർവികൽപ്പ സമാധി എന്നൊക്കെ പറയുന്നത് ഭഗവാൻ ഗോപികൾക്ക് ആ മണൽത്തിട്ടിൽ നൃത്തം ചെയ്യുന്ന സമയത്ത് അങ്ങനെ അനുഭവപ്പെടുത്തി കൊടുത്തു പരീക്ഷിത്തെ. ഭാഗവതം അല്ലെങ്കിൽ ശ്രീശുക ബ്രഹ്മർഷി ഈ രാസലീലയിലൂടെ നമ്മളോടും പറയുന്നത് അതാണ്. ഭഗവാന്റെ ആ മധുര മനോഹരമായ കരസ്പരിശം നമുക്കുണ്ട്. നമ്മൾ ഭഗവാനെ വെറുതെ തെരഞ്ഞു നടന്ന് കിട്ടാതെ കണ്ട് നിരാശപ്പെടേണ്ടവരല്ല. പകരം ഭഗവാൻ നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയും കൂടി കഴിഞ്ഞിട്ടുണ്ട്. പോരാ, നമ്മളോടൊപ്പം നൃത്തം ചെയ്യുന്ന അവിടുന്ന് നമ്മളറിയാതെ നമ്മളെ തൊട്ട് തലോടുന്നുണ്ട്. ഇതാണ് ശ്രീശുക ബ്രഹ്മർഷി പറയണത്. എന്താ അതിന് തെളിവ്? അതോ ഋഷഭസ്യ ജഹുകൃതാനി പുണ്യാനി തൽക്കരരുഹസ്പരിശ പ്രമോദാഹ, ഭഗവാന്റെ കരാങ്കുലികളെ കൊണ്ടുള്ള സ്പരിശം നമുക്കൊക്കെ ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ ഭാഗവതമോ നാരായണീയമോ തിരുനാമങ്ങളോ നാവിന്മേൽ കൂടെ ഒരിക്കലെങ്കിലും നമുക്ക് പുറപ്പെടുവിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ശ്രവണത്തിൽ കൂടെ ചെവിയിൽ കൂടെ ആ നാമമോ കീർത്തനങ്ങളോ ഏതെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം തൽക്കരരുഹസ്പരേശ പ്രമോദാഹ, ആ കരാങ്കുലികളുടെ സ്പരിശം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഭഗവാന്റെ ആ തൊട്ടു തലോടലിൽ, അവിടുത്തെ കരാങ്കുലി സ്പരിശത്തിൽ, അവിടുത്തെ മൃദുലമായ ആ തലോടലിൽ നിർവൃതിയിൽ കുളിച്ചു നിൽക്കുകയാണ് ഞങ്ങൾ എന്നുള്ള ആ അനുഭൂതി അതെന്നും ഭഗവാൻ ഉണ്ടാക്കിത്തരണേ എന്നല്ലാതെ കണ്ട് മറ്റൊന്നും ഈ രാസലീലയുടെ മുൻപിൽ നമുക്ക് പ്രാർത്ഥിക്കാനില്ല. പൂന്താനം പറഞ്ഞു, അംഗഭംഗി കണ്ടു കണ്ടനങ്കമാൽ പിണഞ്ഞുമേവുമംഗനാജനത്തൊടെ മനം കലർന്ന മാധവൻ രംഗനാഥനെന്നു പേർ പുകഴ്ന്ന നാഥൻ ഇന്നെനിക്ക് സംഘനാശമെന്നു ചൊന്ന മംഗളം തരേണമേ. ഗോപീപരിഷദ്ഗതോർച്ചിത ഗോപീഗണപതിയായി നിൽക്കുന്ന ഉണ്ണികൃഷ്ണനോട് കാമം ഹൃദ്രോഗമാശ്വപഹിനോതി, ലൗകികമായ കാമനകളെ കൊണ്ട് വിഷയാസക്തികളെ കൊണ്ട് വിഷമിക്കുന്ന സമയത്ത് ആ കാടുപിടിച്ച ഭാവങ്ങളിൽ നിന്ന് ഞങ്ങളെ മാറ്റിയിട്ട് വൃന്ദാവനത്തിലെ ആ നിർവൃതി, അവിടുത്തെ മൃദുലസ്പരിശം കൊണ്ടുണ്ടാകാവുന്ന പരമാനന്ദ നിർവൃതി, അവിടുത്തെ കീർത്തനം ആലപിച്ചുകൊണ്ട് ജീവിതം നീക്കാവുന്ന ആ നിർവൃതി നമുക്ക് ഏവർക്കും അവിടുന്ന് നൽകണേ എന്ന് പ്രാർത്ഥിക്കുക. പൂന്താനം പ്രാർത്ഥിച്ചതുപോലെ ആ പ്രാർത്ഥനയാണ് നമുക്കും ഇവിടെ ഭഗവാനോട് ഭാഗവത സ്വരൂപിയോട് പ്രാർത്ഥിക്കാനുള്ളത്. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.